നമസ്കാരം. ശ്രീലങ്കയ്ക്ക് നിരീക്ഷണ ഡ്രോണുകൾ നൽകുമെന്ന് തുർക്കി അറിയിച്ചതോടെ ഈ വിഷയം ചർച്ചയായി മാറുകയാണ്. പുറമേ നോക്കിയാൽ ഇതൊരു സാധാരണ സൈനിക ഉപകരണ വിൽപ്പന പോലെയാണ് തോന്നുക. എന്നാൽ ആഴത്തിൽ നോക്കുമ്പോൾ ഇതൊരു വലിയ രാഷ്ട്രീയ സുരക്ഷാ വിഷയമാണ്. ശ്രീലങ്കൻ സൈന്യത്തിന് സമുദ്ര നിരീക്ഷണവുമായി തുർക്കി ഡ്രോണുകൾ ഉപയോഗിക്കാമെന്നാണ് തുർക്കി അംബാസിഡർ പറഞ്ഞത്. കടൽ വഴിയുള്ള കള്ളക്കടത്ത്, അനധികൃത മത്സ്യബന്ധനം, മയക്കുമരുന്ന് കടത്ത് തുടങ്ങിയ പ്രശ്നങ്ങൾ നേരിടുന്ന രാജ്യമായതിനാൽ ഡ്രോണുകൾ ശ്രീലങ്കയ്ക്ക് ഉപകാരപ്രദമാകും. ഈ കാരണത്താൽ തന്നെ തുർക്കിയുടെ ഓഫർ ശ്രീലങ്കയ്ക്ക് ആകർഷകവുമാണ്. എന്നാൽ ഇവിടെ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കണം. തുർക്കി ഇതാദ്യമായല്ല ഇന്ത്യയുടെ അയൽരാജ്യവുമായി സൈനിക ബന്ധം ശക്തിപ്പെടുത്തുന്നത്. ഇതിനു മുമ്പ് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മാലിദ്വീപ് എന്നീ രാജ്യങ്ങളുമായും തുർക്കി അടുത്ത ബന്ധം സ്ഥാപിച്ചിരുന്നു. ഇപ്പോൾ അതേ വഴിയിലാണ് ശ്രീലങ്കയും എത്തുന്നത്. അതുകൊണ്ടാണ് ഈ നീക്കം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഡ്രോൺ എന്നത് വെറും പറക്കുന്ന യന്ത്രമല്ല. അത് നൽകുന്ന രാജ്യവും വാങ്ങുന്ന രാജ്യവും തമ്മിൽ ദീർഘകാല ബന്ധമുണ്ടാക്കുന്നു. പരിശീലനം, സാങ്കേതിക സഹായം, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എല്ലാം നൽകുന്ന രാജ്യത്തെ ആശ്രയിച്ചായിരിക്കും. അത് നൽകുന്ന രാജ്യവും വാങ്ങുന്ന രാജ്യവും തമ്മിൽ ദീർഘകാല ബന്ധമുണ്ടാക്കുന്നു. പരിശീലനം, സാങ്കേതിക സഹായം, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എല്ലാം നൽകുന്ന രാജ്യത്തെ ആശ്രയിച്ചിരിക്കും. അതിനാൽ ഈ ഡ്രോൺ വാങ്ങുന്നതെന്നത് ഒരു സാങ്കേതിക ബന്ധം മാത്രമല്ല, ഒരു രാഷ്ട്രീയ ബന്ധം കൂടിയാണ്. ശ്രീലങ്ക ഇന്ത്യക്ക് വളരെ അടുത്തുള്ള രാജ്യമാണ് എന്നതാണ് ഇവിടെ പ്രധാനം. ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ശ്രീലങ്കയുടെ സ്ഥാനം നിർണായകമാണ്. അതിനാൽ ശ്രീലങ്കയുടെ പ്രതിരോധ രംഗത്തേക്ക് ഒരു പുതിയ ശക്തി കടന്നു വരുന്നത് സ്വാഭാവികമായും ഇന്ത്യയെ ആശങ്കപ്പെടുത്തും. ഇത് ഇന്ത്യ ശ്രീലങ്ക ബന്ധം തകരുമെന്നല്ല, പക്ഷേ സൂക്ഷ്മമായൊരു മാറ്റം സംഭവിക്കാം. അതേസമയം ശ്രീലങ്കയുടെ വശവും നമുക്ക് മനസ്സിലാക്കാം. വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട രാജ്യമാണ് ശ്രീലങ്ക. കുറഞ്ഞ ചെലവിൽ സുരക്ഷ ശക്തിപ്പെടുത്താൻ കഴിയുന്ന ഏത് അവസരവും അവർ പരിഗണിക്കും. തുർക്കി നൽകുന്ന ഡ്രോണുകൾ വില കുറഞ്ഞതും പ്രവർത്തനക്ഷമവുമാണെന്നതാണ് അവരെ ആകർഷിക്കുന്നത്. എന്നാൽ ചോദ്യം ഇതാണ്: ഇന്നത്തെ സുരക്ഷ ആവശ്യം നിറവേറ്റാൻ നാളെ രാഷ്ട്രീയ ബാലൻസ് ശ്രീലങ്ക മാറ്റുമോ? തുർക്കിയുടെ നീക്കം യാദൃച്ഛികമല്ല. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും തുർക്കി ഇതേ രീതിയാണ് പിന്തുടരുന്നത്. ആദ്യ സൗഹൃദം, പിന്നെ സഹകരണം, തുടർന്ന് സൈനിക ബന്ധം. ഇത് തുർക്കിക്ക് സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ഒരു തന്ത്രമാണ്. എന്തായാലും അവസാന തീരുമാനം ശ്രീലങ്കയുടെ കൈകളിലാണ്. തുർക്കിയുടെ ഡ്രോൺ വാഗ്ദാനം സ്വീകരിക്കണമോ വേണ്ടയോ എന്നത് അവരുടെ അവകാശമാണ്. പക്ഷേ അതൊരു ചെറിയ തീരുമാനമല്ല. കാരണം ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ വിവിധ ശക്തികൾ തമ്മിലുള്ള മത്സരം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു സമയത്ത് ശ്രീലങ്ക എടുക്കുന്ന ഓരോ തീരുമാനവും പ്രാദേശിക സുരക്ഷയെ ബാധിക്കും. തുർക്കിയുടെ ഡ്രോൺ വാഗ്ദാനം സഹായകമാകുമോ അല്ലെങ്കിൽ പുതിയ ആശങ്കകളുടെ തുടക്കമാകുമോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.